നുറുക്കി. ഞാൻ ചിലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഇപ്പം സത്യത്തിൽ പറയുമ്പം സങ്കടമൊക്കെ ഉണ്ട്. എന്നാൽ പോലും ഞാൻ ആദ്യമായിട്ട് വിദേശത്ത് പോകുന്ന ഒരു ദിവസമുണ്ട്, എനിക്ക് വിസ കിട്ടിയ ഒരു ദിവസം. അതിൻ്റെ തലേ രാത്രി, അതായത് എനിക്ക് വിസ വന്നു എന്ന് എന്നോട് പറയുന്നതിൻ്റെ തലേ രാത്രി നടന്നൊരു സംഭവമുണ്ട്. ആ ദിവസങ്ങളിലാണത്. ആ ഒരു ബേബി പ്രീവിയസ് സെയിം നൈറ്റ് ആയിരിക്കത്തില്ല, എന്നാലും വലിയ ഞാൻ പൗർഷനിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നിരുന്നൊരു പയ്യൻ, വീട്ടിൽ തന്നെ താമസിച്ച് കോളേജിലൊക്കെ പോയിക്കൊണ്ടിരുന്നൊരു കൊച്ചന്, അത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അവന് ഭയങ്കര ആരോഗ്യമാണ്, ഇരുമ്പാണ് ചെറുക്കൻ. അപ്പോൾ എൻ്റെ കൂടെ ഇങ്ങനെ കൊണ്ട് നടക്കും. അവൻ ഇച്ചിരി ഉഴപ്പനായതുകൊണ്ട് അവൻ്റെ അമ്മ എന്നെ ഏൽപ്പിച്ചതാണ്. വീട്ടിൽ നിന്നുണ്ടായിരുന്നു കോളേജിലൊക്കെ പോകുന്നത്. കൈക്കൊക്കെ ഈ മസിലാണ്, നല്ല ആരോഗ്യമുള്ള ചെറുക്കൻ. അവൻ പിന്നെ അങ്ങ് ഗാങ്സ്റ്ററായി, ഒരു ഗാങ്ങിലായി പോയി. അവൻ ഏതാണ്ട് കൊട്ടേഷനൊക്കെ ആയി, പിന്നെ കേട്ടു, അങ്ങനെ പോയി. എന്നാലും നമ്മളെ കാണുമ്പോൾ ഭയങ്കര സ്നേഹം, വല്ലപ്പോഴും ഒക്കെ വരും, ബൈക്കൊക്കെ അരപ്പിച്ചവൻ വരും. ഭയങ്കര നല്ല ആരോഗ്യമുള്ള ചെറുക്കനാണ്, കൊച്ചു ചെറുക്കനാണ്, ഒരു ഡിഗ്രിക്ക് പഠിക്കുക. അപ്പോൾ ഒരു ദിവസം എൻ്റെ കൂട്ടത്തിൽ അന്നൊരു ഡ്രൈവറുണ്ട്, തിരുവനന്തപുരത്ത് നിന്ന് വന്ന, ഇവനെ അടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്കൊരു സങ്കടം, ഇവനെ അടിക്കുന്ന എന്തിനാണ്, ഇവനെ അടിച്ചിട്ട് പിന്നെ ഞാനിൻ്റെ പുറകെ പോകണ്ടേ. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് വിഷയമൊക്കെ സാരമില്ല, ഞാനങ്ങ് തീർക്കാം. ഞാൻ അപ്പയോട് പറഞ്ഞു, നിങ്ങൾ ആരും ഇടവേണ്ട, ഞാൻ തീർത്തോളാം. അവൻ നമ്മുടെ തീർക്കാനല്ലേ, എനിക്കറിയാം, എൻ്റെ കൂടെ നടന്നതല്ലേ. ഞാൻ അവനെ വിളിച്ചേട്ടാ, നീ എവിടെയാണ്? ഞാൻ ടൗണിലുണ്ട്, നീ ഇങ്ങോട്ട് വന്നേ. എന്നാ അച്ഛാ, ഒരു അത്യാവശ്യ കാര്യമാണ്, നീ ബാ. എൻ്റെ മുന്നേ അവൻ വന്നു. അവനിങ്ങനെ ബൈക്കിലൊക്കെ വന്നു, നല്ല മസിലാ. ഞാൻ പറഞ്ഞിരിക്കുക, അവൻ ഈ സിംഗിൾ സെറ്റ് ഇങ്ങനെ ഇരുന്നു. വർത്താനൊക്കെ ചോദിച്ചിട്ട്, മക്കളെ നിനക്ക് ഇവനോട് എന്താ പ്രശ്നം? എൻ്റെ കൂട്ടത്തിൽ അവനോടത്തെ പ്രശ്നം അച്ചാച്ച പിന്നെ പറയാം, അച്ചാച്ചൻ എൻ്റെ അച്ചാച്ചൻ, പക്ഷേ ഇവനിട്ട് ഞാൻ കൊടുക്കും. ആദ്യം അടി കൊടുത്തിരിക്കും. ഞങ്ങളുടെ സ്റ്റൈലെന്ന് പറഞ്ഞാൽ ആദ്യം അടിക്കുക, പിന്നെ കോംപ്രമൈസ്. ഫസ്റ്റിൽ അടി നടക്കട്ടെ, അടിയുണ്ട്, അതിനുള്ള എല്ലാ സെറ്റപ്പും ക്രമീകരിച്ചു, നിനക്കുണ്ട്. ഞാൻ ചോദിച്ചാൽ അവൻ എന്താ തെറ്റിയത്, അതൊക്കെ പിന്നെ പറയാം, പക്ഷേ ഇവനിട്ട് അടി കൊടുക്കും, ഉറപ്പാണ്, അടി ഉറപ്പ്. നീ ചെവിയെന്ന് വിളിക്കുക. എന്നിട്ട് ഇവനിരിക്കുക. അപ്പോൾ എൻ്റെ പപ്പ ഇങ്ങനെ ഇരിക്കുകയല്ലേ, പപ്പ മിലിറ്ററിക്കാരനാ. ഞാൻ നോക്കിയപ്പോൾ പപ്പ ഇതൊക്കെ എഴുന്നേക്കുന്നത് എന്തിനാണെന്നറിയാം, ക്യാൻവാസ് കസേരയുടെ കമ്പൂരാൻ. നിങ്ങൾക്കറിയത്തില്ല, ക്യാൻവാസ് കസേര എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, വയസ്സാങ്കാലത്ത് കിടക്കുന്ന തുണിയാണ്, അവിടുത്തെ ഒരു കമ്പുണ്ട്. എൻ്റെ മക്കളെ അതുകൊണ്ടൊക്കെ കിട്ടിയ പിന്നെ നീ ചുമ്മാ ഇരടാ, ഞാൻ തീർക്കാവുന്ന. കാരണം ഇവരുടെ അജണ്ട വേറെയാണ്. ഞാൻ പറഞ്ഞു, മിണ്ടരുത്, ഓടി ഇരുന്നോണോ, വയസ്സാങ്കാലത്ത് എനിക്ക് പണി തരല്ലേ, പിന്നെ ഞാനിതിൻ്റെ പുറകെ പോകണ്ടേ, ഞാൻ തീർത്തോളാം. ഞാനിവനോട് സംസാരിച്ച് ബാർഗൻ ചെയ്ത് ഞാനിവൻ്റെ അങ്ങ് കാലെ വീണിട്ട് ഇവൻ വീഴുന്നില്ല. ഉണ്ട്, നിനക്കിട്ടുണ്ട് എത്ര നേരമായി. ശരി, എൻ്റെ നെല്ലിപ്പലൊക്കെ പോയപ്പം ഇവനിങ്ങനെ കസേരയിരിക്കുക. ഞാൻ ചെന്ന് ഇവൻ്റെ കാല് നെടുമ്പാട് വീണ് കിടന്നു, കെട്ടിപ്പിടിച്ചു കാല്. ഞാൻ പറഞ്ഞു, നീ എൻ്റെ തലയെ തൊട്ട് ഈ പ്രശ്നം വിട്ടു എന്ന് സത്യം ചെയ്യാതെ ഞാൻ എഴുന്നേക്കത്തില്ലെന്ന് പറഞ്ഞു. ഇവൻ എന്നെ 20 മിനിറ്റ് കിടത്തി. ഇവൻ പറയത്തില്ല, ഞാൻ എഴുന്നേക്കത്തുമില്ല. അരമണിക്കൂർ അടുക്കാറായപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ശ്വാസം മുട്ടി. അമ്മ പറഞ്ഞിടാ, ഞാൻ ചത്തുപോകും, എനിക്ക് താങ്ങാനൊക്കത്തില്ല, നീ വിടുന്ന ഇടം തീർക്കുക, അങ്ങ് പറയടാന്ന് അമ്മയും ബ്ലസ്സിയും കൂടെ കരഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, വിട്ടിരിക്കുന്നു. ഞാൻ നേരത്തെ കല്യാണം കഴിച്ചായിരുന്നു, അത്രയും പ്രായമുള്ള ചെറുക്കാൻ കൊണ്ടേനെ. താമസിച്ച് കെട്ടിയുണ്ട്, അത്രയേ ഉള്ളവൻ. അവൻ്റെ കാലല്ലേ കിടക്കുക. എഴുന്നേക്ക് എൻ്റെ കൂട്ടത്തിലുള്ള ചെറിയാന്ന് പറഞ്ഞൊരു പാസ്റ്റർ വന്നു. അവനെ ഞാൻ കൊച്ചിലേ കൊണ്ടുവന്ന, ഇപ്പം മിടുക്കനായി. അവൻ കയറി വന്നപ്പോൾ ഞാനും എൻ്റെ കാലേ കിടക്കുക. അവൻ ആ കഥ അടച്ചിട്ട്, നീ എൻ്റെ അച്ചാച്ചനെ കാലേ ചവിട്ടിയോടാ, അടിക്കടാ, എന്നെ അടിക്കടാ. അവൻ പറഞ്ഞു, നിനക്കിട്ടുണ്ട്. ആർക്കട്ടാ? ഞാൻ വീണ്ടും കിടന്നടാ. ആരെ അടിക്കാതിരിക്കാൻ? അവനെ അടിക്കാതിരിക്കാൻ. നല്ല രസമാണ്. ഇതെല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ എൻ്റെ അപ്പ സീരിയസ് ആയിട്ട് എൻ്റെ അമ്മയോട് ചോദിക്കുകയാണ്, സത്യം പറയടി, ഇവൻ എൻ്റെയാണോ? അതെങ്ങനെ സഹിക്കും? കാരണം അവരിന്ന് വരെ അങ്ങനെ ആടെയും കാക്ക കിടന്നിട്ടില്ല. അടുത്ത ദിവസം എനിക്ക് വിസ കിട്ടി. അന്ന് തുടങ്ങി വിദേശയാത്രയാണ്. ഒരു കാര്യം ഞാൻ പറയാം, നുറുക്കി അങ്ങ് തകർക്കും, തമ്പുരാൻ പിച്ച് ചീന്തും. എന്തിനാണെന്നറിയാം, എന്നാലേ വർദ്ധിക്കത്തുള്ളൂ. വാഴ്വ് എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷേ അനുഗ്രഹിക്കപ്പെടുന്നതിന് മുമ്പിൽ ദൈവം അനുവദിക്കുന്ന ഒരു നുറുക്കൽ പ്രക്രിയയുണ്ട്, എ പ്രോസസ് വിച്ച് ബ്രേക്സ് അസ്. ബ്രേക്കിങ്, ദൈവം ഒരാളെ ബ്രേക്ക് ചെയ്യുന്നത് തകർക്കാനല്ല, മൾട്ടിപ്ലൈ ചെയ്യാനാണ്. കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ.
എല്ലാവരെയും ദൈവം മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി അനുവദിക്കുന്നത് എല്ലാം നുറുക്കും. നുറുക്കപ്പെടാത്ത ആരും ഉപയോഗിക്കപ്പെടത്തില്ല. ഉപയോഗിക്കപ്പെടണോ? നുറുക്കപ്പെടണം. അത് പല രീതിയിലായിരിക്കാം. ചിലപ്പം മക്കളായിരിക്കാം, ചിലപ്പം ദാമ്പത്യമായിരിക്കാം, ചിലപ്പം കുടുംബമായിരിക്കാം. പക്ഷെ എല്ലാം നുറുക്കൽ പ്രക്രിയയും വർധനവിനാ. അവിടെ കർത്താവ് അവരെ അനുഗ്രഹിച്ച് എന്ത് ചെയ്തു? കൊടുത്തു. അല്ലേ? 9-ാം അധ്യായം. വീണ്ടും കർത്താവ് പ്രാർത്ഥിച്ച് 28-ാമത്തെ വാക്യം, അതേ സെയിം അധ്യായത്തിൻ്റെ 28 ഈ വാക്കുകളെ പറഞ്ഞിട്ട് ഏകദേശം 8 നാൾ കഴിഞ്ഞപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി. വീണ്ടും ക്രിസ്തു മലയിൽ പോകുന്നുണ്ട്. അവിടെ പ്രാർത്ഥിക്കുമ്പോഴാണ് ക്രിസ്തുവിന്റെ മുഖഭാവം മാറി വസ്ത്രം ഉടുപ്പ് മിന്നുന്ന വെള്ളയായും തീർന്നു. ഇതെല്ലാം സംഭവിക്കുന്ന മറുരൂപ മലയാണ്. അപ്പം പ്രാർത്ഥനയിൽ രൂപാന്തരീകരണം ഉണ്ടാവും, ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ടാവും. പ്രാർത്ഥിക്കാനായിട്ട് ക്രിസ്തു എവിടെ പോയി? മലയുടെ മുകളിലേക്ക് പോയി. വീണ്ടും നമ്മൾ മുമ്പോട്ട് പോകും. 11-ാം അധ്യായത്തിൽ ക്രിസ്തു പ്രാർത്ഥിച്ചു എന്ന് കാണുകയാണ്. കർത്താവ് ഒരു സ്ഥലത്ത് എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നു. തീർന്ന ശേഷം ശിഷ്യന്മാരൊരുത്തം വന്ന്, കർത്താവെ ഞങ്ങളെ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കാൻ. അപ്പോൾ യേശു ക്രിസ്തു പ്രാർത്ഥിക്കാൻ എന്ത് ചെയ്തു? പഠിപ്പിച്ചു. ക്രിസ്തു തൻ്റെ ശിഷ്യരെ പഠിപ്പിച്ചത് ഒറ്റ കാര്യമാണ്. എന്താ? പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. യേശുക്രിസ്തു പഠിപ്പിച്ച ഒറ്റ കാര്യം പ്രാർത്ഥിക്കാനാണ്. പാട്ട് പഠിപ്പിച്ചോ? ഇല്ല. വർഷിപ്പ് പഠിപ്പിച്ചോ? ഇല്ല. ഓർഗം പഠിപ്പിച്ചോ? ഇല്ല. പക്ഷെ എന്താ പഠിപ്പിച്ചു? പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. അതിന് കാരണമുണ്ട്. കർത്താവിനറിയാം, പ്രാർത്ഥിച്ചാൽ മതി, ബാക്കിയെല്ലാം അങ്ങ് നടന്നോളൂ. ഏറ്റവും അടിയന്തരമായ ആവശ്യം എന്ത് ചെയ്യുക? പ്രാർത്ഥനയാണ്. പഠിപ്പിച്ചു. എന്നിട്ട് എന്താ പഠിപ്പിച്ചത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അന്നത്തെ ആ ഒരു റിലീജിയസ് കോണ്ടസ്റ്റ് മനസ്സിലാക്കണം. അവിടെ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ ഒക്കില്ല. പിതാവേ എന്നല്ല, ദൈവമേ എന്നുള്ള പേര് പോലും അവർ ഉദ്ധരിക്കില്ല. അതുകൊണ്ടാണ് ഈ പ്രോഡിഗൽ സൻ്റെ സംഭവത്തെ അവൻ പറയുന്നുണ്ട്, അപ്പം ഞാൻ നിന്നോടും സ്വർഗത്തോട്. എന്തുകൊണ്ടാണ് സ്വർഗം എന്ന് പറയുക? സബ്സ്റ്റിറ്റ്യൂട്ട് വേർഡാണ്. ദൈവം എന്ന് പറയുന്നതിന് പകരം അവർക്ക് പറയാൻ പേടിയായതുകൊണ്ടാണ് സ്വർഗമെന്ന് പറയുന്ന പദം ഉപയോഗിക്കുക. അപ്പം ഇവിടെ ആ ദൈവത്തെ എന്തെന്നാ വിളിക്കുക? പിതാവേ എന്ന് വിളിച്ചു. എല്ലാവരും ഒന്ന് പറഞ്ഞേ, എന്തെന്ന് വിളിച്ചു? പിതാവേ. എന്താ പിതാവേ എന്നുള്ള ആ സംബോധനയ്ക്ക് വലിയ അർത്ഥമുണ്ട്. ഞങ്ങളുടെ പിതാവേ. ദൈവം നമുക്ക് ക്രിസ്തുവിലൂടെ ആരാകുന്നു? പിതാവാകുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നുണ്ട്, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ. പിതാവ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ അബ്ബായി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് ആരായിട്ട് മാറുന്നു? പിതാവായിട്ട് മാറും. ഈ പിതാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നറിയാമോ? നമ്മുടെ ഈ അപ്പന്മാരുടെ ഒരു പ്രത്യേകതയുണ്ട്. അവർ അധികം ഈ വലിയ സ്നേഹം പ്രകടിപ്പിക്കത്തില്ലെങ്കിലും ഉള്ളു നിറച്ച് എന്തായിരിക്കും? സ്നേഹ. നമുക്ക് പലപ്പോഴും ഈ സ്നേഹം അറിയാതെ പോകും. ഞാൻ വായിച്ച ഒരു കഥയ്ക്കകത്ത് ഭയങ്കര മനസ്സിനകത്ത് വിഷമം തോന്നിയ ഒരു കഥയുണ്ട്. ആ കഥ ഇതായിരുന്നു. ഒരു കൊച്ചൻ്റെ അപ്പം മരിച്ചുപോയി. അപ്പനൊക്കെ ഇങ്ങനെ മരിച്ച് കഴിഞ്ഞിട്ടും അവൻ അപ്പനോട് ആ വൈരാഗ്യം തീർന്നിട്ടില്ല. കാരണം അവൻ്റെ ഓർമ്മയിൽ ഒരപ്പനുണ്ട്. അവൻ കൊച്ചായിരിക്കുമ്പോൾ അവനെ ഇങ്ങനെ കട്ടിക്രാസിയെ കെട്ടിയിടും. ജനലെ കെട്ടിയിട്ടിട്ട് അവനെ ഇങ്ങനെ അടിക്കും. കെട്ടിയിട്ടിട്ട് അടിക്കും കട്ടിക്രാസ് ഈ ജനലിലൊക്കെ. ആ ഓർമ്മ കൊണ്ട് അപ്പനോട് അവന് ഭയങ്കര പിണക്കായി. വർഷങ്ങൾ കഴിഞ്ഞ് അപ്പം മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവനെ ചികിത്സിച്ച ഒരു വൈദ്യരെ അവൻ കാണുക. അപ്പം വൈദ്യർ ഇവനോട് പറയുന്നൊരു കാര്യമുണ്ട്, നിനക്ക് കൊച്ചിലെ ഈ പിള്ളവാദം വന്ന് നിൻ്റെ കാലെല്ലാം ഷ്രിങ്കായി. ഇപ്പം മെഡിസിൻ കൊടുത്തപ്പം പറയുമായിരുന്നു, മെഡിസിനെക്കാട്ടും വലുത് ഇവനെ കട്ടിലിങ്ങനെ ജനലിലിങ്ങനെ കിടന്ന് എന്ത് ചെയ്യണം? വലിയണം. എന്നാലേ ഇവൻ ശരിയാത്തും. കൊച്ചൻ വലിയുമോ? ഇല്ല. അതിനപ്പം ചെയ്യുന്നത് ജനലെ കെട്ടിയിട്ട് ഇവനെ അടിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് ഇവൻ എന്ത് ചെയ്യും? വലിയും. പിന്നെ അവന് മനസ്സിലായത് അപ്പൻ്റെ അടി പോലും അവനെ സൗഖ്യമാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ അപ്പനെ തെറ്റിദ്ധരിക്കും. എന്തിനാ ഇങ്ങനെയൊക്കെയെന്ന്? ഒരു കാര്യം ഓർത്തോണം, ബാലശിക്ഷ നൽകുമൻ അപ്പനെങ്കിലും ചേലൊടുത്താൻ സ്നേഹം നന്മയെ തൻകരം നൽകുമൻ നീശനിൽ. എന്തു പാട്ടാ! ബാലശിക്ഷ നൽകുമൻ. എന്തിനാണ് ഈ അടിയൊക്കെ? അപ്പൻ്റെ സ്നേഹം കൊണ്ടാണ്. അപ്പൻ്റെ സ്നേഹമാണ് പലപ്പോഴും ചെറിയ ശിക്ഷകൾ നമുക്ക് തരിക. നമ്മളത് മനസ്സിലാക്കാൻ ഇച്ചിരി താമസിക്കും. രണ്ടാമത്തേത് അപ്പൻ്റെ പ്രത്യേകത മത്തായി സുവിശേഷത്തിൽ കാണുന്നു. നാം ചോദിക്കുന്നതിന് മുമ്പ് നമ്മുടെ ആവശ്യം
അറിയുന്ന, എന്തൊരു കർത്താവ് പിതാവാണ്. നാം ചോദിക്കുന്നതിന് മുമ്പ് നമ്മുടെ ആവശ്യം അറിയുന്ന ഒരു പിതാവെന്നാണ് പറയുക. പിതാവാണ് നമുക്കുണ്ട്. എനിക്ക് ആ കർത്താവിനെ നല്ലപോലെ മനസ്സിലായിട്ടുണ്ട്. ചോദിക്കും മുമ്പ് അറിയാം. എളിയവനൊരു അനുഭവം ആ ഒരു കോണ്ടസ്റ്റിൽ പറയണമെന്നുണ്ട്. കുറച്ച് നാൾക്ക് മുമ്പ് ഞാൻ തെക്കൂന്ന് വരിക, കുറേ നാളായി, കുറേ വർഷം മുമ്പാണ്. എന്നാലും എൻ്റെ മനസ്സിലിങ്ങനെ പച്ച പിടിച്ച് കിടക്കുന്ന ഒരു അനുഭവമാണ്. അപ്പോൾ വരുന്ന വഴിക്ക് ഒരു 4 മണിയൊക്കെ ആകാറായപ്പോൾ എന്നെ എൻ്റെ വൈഫ് വിളിച്ചിട്ട് പറഞ്ഞു, എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് വീട്ടിലോട്ട് വരണമെന്നുണ്ട്, പക്ഷേ സമയമില്ല, അതുകൊണ്ട് ആരെങ്കിലും ടൗണിലോട്ടൊന്ന് വരണം, ഞാൻ അവിടെ വെച്ച് കാണാം, എൻ്റെ ഒരു സാധനമുണ്ട് നിങ്ങൾക്ക് തരാൻ വേണ്ടി. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു കുറച്ച് പ്രോൺസാണെന്ന് പറഞ്ഞു. അപ്പം ആരെങ്കിലും പെട്ടെന്നൊന്ന് വിടണം. അപ്പം ഞാൻ എൻ്റെ വൈഫിനെ വിളിച്ചിട്ട് പറഞ്ഞു, പെട്ടെന്ന് ആരെങ്കിലും ഇന്നാര് വരുന്നുണ്ട്, ഇന്നടത്ത് ഇപ്പോൾ ഉണ്ട്, വിടണം, അവർ കുറച്ച് പ്രോൺസുമായിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പ്രോൺസുമായിട്ട് ഒരാൾ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങേ തലക്കിലൊരു കരച്ചിൽ കേൾക്കാം, ഒരു സങ്കടവും കരച്ചിലും ഒക്കെ. പ്രോൺസും കരച്ചിലുമായിട്ട് എന്താ ബന്ധം? എന്നപ്പോൾ ഞാൻ ചോദിച്ചു, നീ എന്തിനാ കരയുന്നേ, എന്തൊക്കെ വിഷയം എന്താ? അപ്പോൾ എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു, കുഞ്ഞു സ്കൂളിൽ നിന്ന് വന്ന് ബായി അങ്ങോട്ട് വെച്ചിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മ ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങളുടെ ഒരു കൂട്ടുകാരത്തി കുറച്ച് പ്രോൺസ് ബിരിയാണി കൊണ്ടുവന്നു, ഞങ്ങൾക്കെല്ലാം ഷെയർ ചെയ്തു, എന്തോ ടേസ്റ്റായിരുന്നറിയാം, അതുകൊണ്ട് ഇച്ചിരി പ്രോൺസ് ബിരിയാണി വെച്ച് തരാം. എന്നിട്ട് അവൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കമൻ്റ് അടിച്ചു, നടക്കത്തില്ലെന്നറിയാം, പറഞ്ഞെന്നേ ഉള്ളേ, ഒരു കൊട്ടേഷനോട് അടിക്കും. ഇത് പറഞ്ഞു തീരുകയുമാണ് ഒരാൾ എന്നോട് പറയുന്നു പ്രോൺസുമായിട്ട് വരുന്നു. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എവിടെ നിന്നാണ് മേടിച്ചേ, എങ്ങനെയാണ്? അപ്പം പറഞ്ഞു, ഉച്ചയ്ക്ക് ആലപ്പുഴ വഴി വന്നപ്പം പ്രോൺസ് ഇരിക്കുന്ന കണ്ടപ്പം മേടിച്ച. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഉച്ചയ്ക്ക് ക്ലാസ്സിൽ 1 മണിക്ക് അല്ലെങ്കിൽ ലഞ്ച് ബ്രേക്കിന് കഴിച്ചപ്പോഴാണ് പ്രോൺസ് കഴിച്ചത്. അപ്പോൾ അവൾ ഓർത്തു, വീട്ടിൽ ചെന്നിട്ട് ആരോട് പറയണം, അമ്മയോട് പറയണം. ചിന്തിച്ചു, പറഞ്ഞോ? ഇല്ല. പക്ഷെ 4 മണിക്ക് വന്ന് പറയുമ്പോൾ ഉച്ചയ്ക്ക് അതുവഴി പോയ ഒരാളോട് ആലപ്പുഴ വെച്ച് ഒരാൾ കർത്താവ് പറഞ്ഞു പ്രോൺസ് മേടിക്കാൻ. ഞാൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, വലിയൊരാളുടെ മോളാണെങ്കിൽ പറഞ്ഞാൽ കൊണ്ടുത്തരും, പക്ഷെ പറയാതെ വീട്ടിൽ ചെന്ന് പറയുമെന്ന് ചിന്തിച്ചപ്പം, ചെറിയൊരു കാര്യമാണ്, പ്രോൺസ് വലിയ കാര്യമൊന്നുമല്ല, എന്നാൽ പോലും ചിന്തിച്ചപ്പം ആലപ്പുഴ വഴി പോയ ഒരാളെയും കൊണ്ട് പറഞ്ഞ് മേടിപ്പിച്ചൊരു കർത്താവിനെ കുറിച്ച് ഇങ്ങനൊരു പിതാവുണ്ട്. ചോദിക്കും മുമ്പ്, ചോദിച്ചോ? ഇല്ല, ചോദിക്കും മുമ്പ് നിങ്ങളുടെ ആവശ്യം എന്നതെന്നറിയുന്ന ഒരു പിതാവ്. ആ പിതാവിനെ നാം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അടുത്തത്, അങ്ങയുടെ നാമം എന്ത് ചെയ്യണം? വിശുദ്ധീകരിക്കപ്പെടണം. ഒന്നാമത്തെ കാര്യം അതാണ്. പിതാവിന് ദോഷം വരുന്നതും പിതാവിൻ്റെ നാമത്തിന് കേടുവരുന്നതും ഒന്നും എന്ത് ചെയ്യരുത്. അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണം. ദൈവത്തിൻ്റെ നാമം സ്വർഗത്തിൽ വിശുദ്ധമാണ്. അതുകൊണ്ടാണ് യെശയ്യാവ് പറയുന്നു, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. പക്ഷേ ആ നാമം ഭൂമിയിൽ അശുദ്ധമാകുന്നതോ വിശുദ്ധീകരിക്കുന്നതോ ആരിലൂടെ? നമ്മളിലൂടെയാണ്. അതുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിച്ചോണം കുഞ്ഞുങ്ങളെ, ഒരിക്കലും ദൈവനാമം നമ്മളിലൂടെ എന്ത് ചെയ്യരുത്? ദുഷിക്കരുത്. ഇവിടെ ആർക്കും എന്തും ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഞാൻ സാറിന് പറയുന്നൊരു സംഭവമുണ്ട്. നമ്മുടെ നാട്ടിൽ 2 പേര് തമ്മിൽ കാണുമ്പോൾ സംബോധന ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. സഖാക്കളെന്ന് വിളിക്കും കമ്മ്യൂണിസ്റ്റുകാർ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സഖാവ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? കോമ്രേഡ്, സ്നേഹിതൻ എന്നുള്ള അർത്ഥമാണ്. സഖാക്കൾ എന്ന് വിളിക്കും. 2 കുടിയന്മാർ തമ്മിൽ കണ്ടാ വിളിക്കുന്ന അറിയാം? അളിയാന്ന് വിളിക്കും. അവർക്ക് തമ്മിൽ ഭയങ്കര അടുപ്പാണ്. അപ്പോൾ അതിൽ ഒരു സുഹൃത്ത് എന്നെ ഒരിക്കൽ വിളിച്ച്, അളിയൻ എവിടെ? ഞാൻ ചോദിച്ചു. വെള്ളം അടിക്കുന്നതല്ല, എൻ്റെ സ്നേഹമുള്ളൊരു അളിയനാണ്. ഞാൻ പറഞ്ഞാൽ ഇച്ചിരി ദൂരെ, എന്നാ കാര്യം, ഇപ്പം വരണം ടൗണി, ബുദ്ധിമുട്ടാണ്, വന്നേ ഒക്കത്തുള്ളൂ, എനിക്കിപ്പം വരാൻ ഒക്കത്തില്ലെന്ന്. എൻ്റെ അളിയാൻ വരണം, കാര്യം പറയാം, എന്താ ഇപ്പം വരണം. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, നമ്മുടെ സഭയിൽ വരുന്ന ഇന്നാര് ബെവറേജ് കോർപ്പറേഷന് മുമ്പിൽ കുപ്പി മേടിപ്പാൻ നിൽപ്പുണ്ട് ക്യൂവിൽ. അത് സഭയിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആണോ? എന്നാൽ ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പം വന്നേക്കാം, എന്നെ ഞാൻ കാണുമ്പോൾ പിന്നെ വരത്തില്ലല്ലോ.
ഞാൻ ഇപ്പം വന്നേക്കാം. ഞാൻ അളിയൻ ഇവിടെ നിൽക്കുന്നത്, അവൻ്റെ പുറകിൽ നിൽപ്പുണ്ട്. അളിയനോട് നിൽപ്പുണ്ട്, അളിയനിക്ക് നിൽപ്പുണ്ട്. പക്ഷേ അളിയൻ പറയുന്നൊരു കാര്യം സത്യമാണ്, എനിക്കിവിടെ നിൽക്കാം, പക്ഷേ ഈ അളിയൻ ഇവിടെ ചെയ്യരുത്, നിൽക്കരുത്. എന്നാ കാര്യം? അവസാനപ്പെട്ടു, സഭയിൽ പോയി. അപ്പം നമ്മൾ എന്താകണമെന്ന് നമ്മളെക്കാട്ടിലും കൂടുതൽ ആർക്കറിയാം? മറ്റുള്ളവർ പറയും നിങ്ങളിങ്ങനെ ആകാവും. എന്നാലും നീ അങ്ങനെ അല്ലേടി, ഒരു വിശ്വാസി അല്ലേടി, അല്ലേടാ എന്ന് അവർ ചോദിക്കും. ആര്? മറ്റുള്ളവർ. അതുകൊണ്ടാണ് എപ്പോഴും ഓർക്കപ്പെടണം, എന്നിലൂടെ ദൈവനാമം എന്ത് ചെയ്യപ്പെടരുത്, അശുദ്ധീകരിക്കപ്പെടരുത്. ഇപ്പോൾ കൗതുകരമായി പ്രാർത്ഥിച്ചോണേ. കാരണം ദൈവനാമം ഒത്തിരി ദുഷിക്കപ്പെടുന്നൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്, ഈ പിതാവ് ഭയങ്കര സ്നേഹമാണ്. പിതാവിൻ്റെ ഈ പണ്ടൊരു നാട്ടിൽ പറയുമേ, അപ്പൻ്റെ പിള്ളേരുടെ മാനമാണ് ആരുടെ മാനം? അപ്പൻ്റെ മാനം. അപ്പൻ്റെ നാമം വിശുദ്ധമാണെങ്കിൽ ആരിലൂടെ ഒക്കുക? അപ്പൻ്റെ മക്കളിലൂടെ ഒക്കുക. നമ്മൾ അപ്പൻ്റെ മക്കളാണെങ്കിൽ, അപ്പൻ്റെ ഈ സ്വർഗസ്ഥനായ അബ്ബായിയുടെ മക്കളാണെന്ന് ഉറപ്പുള്ളവരെല്ലാം ഒന്ന് കൈപൊക്കുകയും, അബ്ബായിയുടെ നാമത്തിന് ഒരിക്കലും എന്ത് വരരുത്, ഒരു അപമാനം വരാതിരിക്കാൻ നാം നമ്മെ തന്നെ സൂക്ഷിക്കണം. മനസ്സിലാകുന്നുണ്ടോ? അബ്ബായിയുടെ നാമത്തിന് ഒരിക്കലും എന്ത് വരരുത്, ഒരു അപമാനം വരരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കോസ് 18:1. എങ്ങനെ പ്രാർത്ഥിക്കണം? മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. ക്രിസ്തു പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. എന്നിട്ട് ക്രിസ്തു പറഞ്ഞു എങ്ങനെ പ്രാർത്ഥിക്കണം? മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. എല്ലാവരും പറഞ്ഞേ, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. ഒന്നുകൂടെ പറഞ്ഞേ. എനിക്ക് മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ മനസ്സിൽ വരുന്ന ഒരു ഓർമ്മയുണ്ട്. ഞങ്ങളുടെ സഭയിലെ ഒരു അപ്പച്ചനുണ്ടായിരുന്നു, ഞങ്ങളുടെ മോളിയച്ചയുടെ ഒക്കെ ഒരു ബന്ധമാണ്. തുണ്ടിയിലെ മാത്തിച്ചാൻ എന്ന് പറയും, മദ്യപാനിയായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് അപ്പച്ചൻ ഇങ്ങനെ കുടിച്ചു പോകുന്നു. അന്ന് ഞങ്ങളുടെ നാട്ടിലെ ഒരു പ്രാർത്ഥനാക്കാരത്തിയായിരുന്നു കുഞ്ഞോളമ്മച്ചി. ഇപ്പോഴും ഉണ്ട് അമ്മച്ചി. അമ്മച്ചിക്ക് നല്ല പ്രായമായി. പക്ഷേ അമ്മച്ചിയുടെ കല്യാണം കഴിഞ്ഞ് 30 വർഷത്തിലേറെ ഈ അപ്പച്ചൻ്റെ മദ്യപാനം നിർത്താൻ അമ്മച്ചി പ്രാർത്ഥിച്ചു. അത് യുവത്തിന് വിടത്തില്ല. 30-35 വർഷം. ഒടുവിൽ പ്രായത്തിൽ ഈ അപ്പച്ചൻ രക്ഷിക്കപ്പെട്ടു. നല്ലൊരു അപ്പച്ചനായിരുന്നു, കാലെല്ലാം നീരാണെങ്കിൽ. 35 വർഷം പ്രാർത്ഥിച്ച് രക്ഷിക്കപ്പെടുത്ത അപ്പച്ചനുമായിട്ട് അമ്മച്ചിയുടെ ഒരു വരവുണ്ട് യോഗത്തിന്. വെള്ള ഷർട്ടൊക്കെ എടുത്ത് അമ്മച്ചി ചട്ടയും മുട്ടോട്, അപ്പച്ചൻ മുമ്പിൽ അമ്മച്ചി പുറകെ. കാണാൻ ഒരു അഴകായിരുന്നു. എന്താ കാര്യം? 35 വർഷം പ്രാർത്ഥിച്ച് ഈ മദ്യപാനി എന്ത് ചെയ്തു? മാനസാന്തരപ്പെടുത്തി. പിന്നെ ജീവിച്ചതിൽ അന്തസ്സായിട്ട് നല്ല ക്രിസ്തു ഭക്തനായിട്ട് ജീവിച്ച് മരിച്ചു. ഒരു കാര്യം ഓർക്കണം, കർത്താവ് പറഞ്ഞു എങ്ങനെ പ്രാർത്ഥിക്കണം? മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. എല്ലാവരും പറഞ്ഞേ, പ്രാർത്ഥനയിൽ എന്ത് ചെയ്യരുത്? മടുത്തു പോകാതെ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. 19:46 എൻ്റെ ആലയം പ്രാർത്ഥനാലയം. എല്ലാവരും പറഞ്ഞേ, എൻ്റെ ആലയം പ്രാർത്ഥനാലയം. ഉറക്കെ പറഞ്ഞേ, എൻ്റെ ആലയം. അതിനകത്ത് ഒരു പ്രത്യേക അർത്ഥമുണ്ട്. എന്നാ കാര്യം ചോദിച്ചാൽ, ഈ ഒരു ബിസിനസ് നമ്മൾ തുടങ്ങുന്നു, ഒരു കട, ഒരു ഷോപ്പ് തുടങ്ങുന്നു. ആ ഷോപ്പ് എത്ര ദിവസം തുറക്കും? ഒരു കട തുടങ്ങി എത്ര ദിവസം തുറക്കും? 6 ദിവസം തുറക്കും. എത്ര മണിക്കൂർ തുറക്കും? 10 മണിക്കൂർ തുറക്കും. തുറക്കത്തില്ലേ? തുറക്കും. അങ്ങനെയാണെങ്കിൽ എത്ര മണിക്കൂർ അവിടെ നടന്നു? 60 മണിക്കൂർ. 6, 10, 60 മണിക്കൂർ ആ കട തുറന്നിരുന്നു. ഇവിടെ ഇപ്പം പലർക്കും സ്വന്തമായിട്ട് ഓളില്ല. സ്വന്തമായിട്ട് ഓളുണ്ടാകട്ടെ. ചർച്ചകളൊക്കെ പോകുന്നതിൽ വേദനയുണ്ട്. പക്ഷേ അവിടെ ഒരു കാര്യം ഓർക്കണം. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്? ഒരു ചർച്ച് മേടിക്കണമെങ്കിൽ എത്ര കോടി രൂപ വേണം? മിനിമം 5 കോടി, 6 കോടി ഒക്കെ വേണം. വേണ്ടേ? വേണം. നാട്ടിലാണേലും വേണം. നല്ലൊരു ചർച്ച് പണിയെങ്കിൽ 1.5 കോടി രൂപ വേണം. സ്ഥലവും വീടും പിന്നെ എന്താണ് സൗണ്ട് പ്രൂഫും AC-യും എല്ലാം വെച്ചൊക്കെ ഇപ്പം ചെയ്യാനൊക്കത്തുള്ളൂ. ശബ്ദം എല്ലാം വരുമ്പോഴത്തേന് 1.5-2 കോടി രൂപയാവും. സിസ്റ്റത്തിനൊക്കെ എന്തോ വിലയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേന് 2 കോടി രൂപയൊക്കെ മുടക്കിയ ഒരു ചർച്ചിൽ, അല്ലെ 5 കോടി രൂപ മുടക്കിയ ഒരു ചർച്ചിൽ എത്ര മണിക്കൂർ ബിസിനസ് നടക്കും? വെള്ളിയാഴ്ച 2.5 മണിക്കൂർ കഷ്ടിച്ച്. ഞായറാഴ്ച സൺഡേ സ്കൂൾ എല്ലാം കൂടെ കൂട്ടി 3.5. 2.5യും 3.5യും 6 മണിക്കൂർ ആണോ? പിന്നെ ഡിസംബർ മാസം അവസാനം ഒരു ഉപവാസ പ്രാർത്ഥന 3 ദിവസം. എല്ലാം കൂടെ കൂടിയ ഒരു വർഷം എത്ര മണിക്കൂർ ബിസിനസ് കിടക്കും? ചുമ്മാ ഈ ചർച്ചകളൊക്കെ അടയുന്നേ.
ഒരു ബിസിനസ് തുടങ്ങിയാൽ ഇത്രയും തുറക്കണമെങ്കിൽ ആലയത്തിൽ ബിസിനസ് ഒന്നേ നടക്കാവൂ. എന്താ? പ്രാർത്ഥന. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞു എൻ്റെ ആലയം. പക്ഷേ ഇന്ന് ബാക്കിയെല്ലാം നടക്കും. എന്താ കുറയുന്നേ? പ്രാർത്ഥന. ബാക്കി എന്താ? പ്രസംഗമുണ്ട്, വർഷിപ്പുണ്ട്, എല്ലാം ഉണ്ട്. വർഷിപ്പായിരിക്കും കൂടുതൽ. പ്രാർത്ഥന എന്ന് പറയുമ്പോഴത്തേന് ഞങ്ങളുടെ ചർച്ചിലെ പല പിള്ളേരും ഒരു സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഇറങ്ങിപ്പോവായിരുന്നു കാപ്പിയൊക്കെ കുടിച്ച് ഫ്രഷാകാൻ. അപ്പോൾ എടാ കയറണ്ടാന്ന് ചോദിച്ചാൽ പറയും അന്നൊരു അപ്പച്ചനുണ്ട്, അപ്പച്ചൻ ഡൽഹി ചെന്നതേ ഉള്ളെന്ന്. അപ്പച്ചൻ ഇങ്ങനെ എല്ലാ രാജ്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കായിരുന്നു, വരാൻ കുറേ കൂടെ സമയം എടുക്കുമെന്ന്. പ്രാർത്ഥന കുഴപ്പമാണ്, പക്ഷേ ഒരു കാര്യം, അപ്പച്ചൻ്റെയൊക്കെ പ്രാർത്ഥന അനുഗ്രഹമായിരുന്നു. അപ്പച്ചൻ്റെ പ്രാർത്ഥന അനുഗ്രഹമായിരുന്നു. ആലയത്തിൽ എന്ത് നടക്കണം? പ്രാർത്ഥന നടക്കണം. ആലയത്തിൽ പ്രാർത്ഥന നടന്നാൽ ഒറ്റ ആലയവും നഷ്ടപ്പെടത്തില്ല. ദൈവം നമുക്ക് തന്ന ആലയങ്ങളിൽ എന്ത് നടക്കണം? പ്രാർത്ഥനാലയം. ക്രിസ്തു പറഞ്ഞു എൻ്റെ ആലയം ഒറ്റ കാര്യത്തെ അറിയപ്പെട്ടാൽ മതി. എന്താ? പ്രാർത്ഥനാലയം. ആമേൻ പറഞ്ഞേ. പ്രാർത്ഥനാലയം 21-ാം അധ്യായം വളരെ ഗൗരവമായി കാണണം, മറക്കരുത്. 21-ാം അധ്യായം. അവിടെ വലിയ ഇന്നിൻ്റെ ചിത്രങ്ങളാണ് കാണുക. ഭയങ്കരമായ രാജ്യം രാജ്യത്തോടും ജാതി ജാതിയോടും എന്തു ചെയ്യും? എതിർക്കും. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. രാജ്യം രാജ്യത്തോടും ജാതി ജാതിയോടും എന്തു ചെയ്യും? എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും മഹാമാരിയും അവിടെ ഉണ്ടാകും. ഇതെല്ലാം കാണുമ്പം വലിയ മാറ്റങ്ങളുണ്ടാകും. എന്ത് ഭവിക്കുന്നു എന്നോർത്ത് പരിഭ്രമം ഉണ്ടാകും. ഇതെല്ലാം കാണുമ്പോൾ എന്തു ചെയ്യണം? 34 3 കാര്യങ്ങൾ സംഭവിക്കും. നിങ്ങളുടെ ഹൃദയം, അതിഭക്ഷണം, മദ്യപാനം, ഉപജീവന ചിന്ത. 3 കാര്യങ്ങളാണ് മനുഷ്യൻ ട്രാപ്ഡ് ആകുക. എന്തൊക്കെ? മദ്യപാനം എന്ന് പറയുമ്പോൾ അഡിക്ഷനാണ്. ഒരു സമയത്ത് മദ്യപാനം, ഇന്ന് എല്ലാവർക്കും അറിയാം, ലോകത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തമെന്ന് പറയുന്നത് യുദ്ധവും അണ്വായുധവും ഒന്നും അല്ല. അതിലും വലിയൊരു ദുരന്തത്തിലൂടെയാണ് ലോകം പോവുക. ലഹരിയാണ്. മുഴുവൻ പിള്ളേരെ നശിപ്പിക്കാൻ കൽപ്പുള്ള. പണ്ട് ഞാൻ കേരളത്തിൽ നിന്ന് വരുന്നതുകൊണ്ട് അറിയാം. ഞാൻ ഇതിനിടയ്ക്ക് എല്ലാം കൂടെ പഠിക്കാനും ശ്രമിക്കാനും സംസാരിക്കുകയും കാണുകയൊക്കെ ചെയ്യുന്ന ആളായതുകൊണ്ട് പറയുകയാണ്, കഞ്ചാവൊക്കെ എടുത്താൽ ഇത്രയ്ക്കിത്ര അത് അപകടമാണ്. എന്നാൽ ഇന്ന് എടുക്കുന്ന എല്ലാം സിന്തറ്റിക് സാധനങ്ങളാണ്, ചൈന പ്രൊഡക്റ്റാണ്. ഫസ്റ്റ് ടൈം ഇൻടേക്കിന് തന്നെ ബ്രെയിൻ ഡാമേജ് ആകും. 5 വർഷം അടിച്ചാൽ അവൻ ഒന്നിച്ചാകും, അല്ലെ കൊല്ലും, അല്ലെ ആത്മഹത്യ. ഇതാണ് സംഭവിക്കുക. മദ്യപാനം, അഡിക്ഷൻസ്, അതെല്ലാം പോട്ട്. ഫോൺ അഡിക്ഷൻ, ഇതൊന്നും ഇല്ലാത്തവന് വേറെ ഗെയിം അഡിക്ഷൻ, എന്തെല്ലാം പ്രശ്നങ്ങളാണ് പോവുക. പിന്നെ ആ അഡിക്ഷൻ, മദ്യപാനം. മറ്റൊരു കൂട്ടർ എന്താണ്? അതിഭക്ഷണം. എന്താണ്? അതിഭക്ഷണം. ഇനി ഞാൻ കേരളത്തിൽ നിന്ന് വരുന്നതുകൊണ്ട് പറയുക, ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയാൽ മുഴുവൻ മന്തിയാണ്. ഒരിടത്ത് കുഴിമന്തി, ഒരിടത്ത് അൽഫാം, എന്തോ സംഭവം ലോകത്തുള്ളത് മുഴുവനുണ്ട്. KFC, മറ്റേ ചിക്കൻ, മറിച്ച് ചിക്കൻ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് വയറ് പോകുമ്പം കയറാൻ ആര്യാസ്. വയറ് ഡാമേജ് ആകുമ്പം കുറച്ച് ദിവസത്തേക്കിന് എന്താണ്? ആര്യാസ്, മസാല ദോശ. അപ്പം ഇതെല്ലാം പണ്ട് വല്ലപ്പോഴും പോകുന്നവരിപ്പോൾ എന്നും എവിടെ പോവാ? എവിടെ? കഴിക്കാൻ. എല്ലാം കഴിക്കാൻ പോയിട്ട് എല്ലാവരും എന്തിനായി പോകുന്നറിയാമോ? എന്തോ എടുത്ത് ഇടുക. കഴിച്ചിട്ട് എന്തോ ഇടും? ഫോട്ടോ ഇടും. കഴിച്ചിട്ട് ഫോട്ടോ ഇടല്ലേ. ഇന്നും പട്ടിണി പാടുന്ന ഉള്ളവരുണ്ട്. അവർക്കിത് കാണുമ്പോൾ സങ്കടം വരും. നിരത്തി വെച്ച ഫുഡ് അതിൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് എന്തോ ഇടരുത്. മര്യാദയ്ക്ക് കഴിച്ചിട്ട് വീട്ടിൽ പോക്കോണം. എന്തിനാ ഈ കഴിച്ചതിൻ്റെ ഫോട്ടോ ഇടുക? ഇല്ലാത്തവർ ഇന്നും ഉണ്ട്. അവർക്കിത് കാണുമ്പോൾ സങ്കടം. മക്കളെ, വെറുതെ മനുഷ്യനെ കൊതിപ്പിക്കരുത്. സത്യമല്ല, എന്തിനീ കഴിച്ച ഫോട്ടോ എങ്ങനെ പോറ്റും? അപ്പോൾ അതുകൊണ്ട് അതിഭക്ഷണം ഒരു സൈഡിൽ എന്താ? അതിഭക്ഷണം. 2 എന്താ? മദ്യപാനം. 3-ാമത്തെ എന്താ? ഉപജീവന ചിന്ത. എല്ലാവർക്കും ഉപജീവന ചിന്തയ്ക്ക് ഹാർഡ് വർക്കാണ്. ഇതിനിടയ്ക്ക് വരാൻ പോകുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? കർത്താവിൻ്റെ വരവ്. ഇതെല്ലാം വരും. അതുകൊണ്ട് ഒരു കാര്യം പറയുക, ഈ മേളിൽ പറഞ്ഞ വലിയ ലിസ്റ്റും കർത്താവിൻ്റെ വരവും ഇതെല്ലാം സംഭവിക്കുമ്പോൾ ഈ സംഭവിക്കാൻ പോകുന്ന മദ്യപാനം, അതിഭക്ഷണം, ഭൂകമ്പങ്ങൾ, ക്ഷാമം, ഇതെല്ലാം നമ്മെ ബാധിക്കാതിരിക്കാൻ ഒരു വഴിയേ ഉള്ളൂ. എന്താണെന്നറിയാമോ? സദാകാലത്ത് എങ്ങനെ പ്രാർത്ഥിക്കണം? ഉണർന്ന് പ്രാർത്ഥിക്കണം. എല്ലാവരും പറഞ്ഞേ, എങ്ങനെ പ്രാർത്ഥിക്കണം? ഉണർന്ന് പ്രാർത്ഥിക്കണം. കര ഉയർത്തി പറഞ്ഞേ, ഉണർന്ന് പ്രാർത്ഥിക്കണം. ഉണർന്ന് പ്രാർത്ഥിച്ചാൽ എന്ത് സംഭവിക്കും? ഈ സംഭവിക്കാനുള്ള പലതും എന്തു ചെയ്യും? ഒഴിഞ്ഞു പോകും. പറഞ്ഞേ, ഒഴിഞ്ഞു പോകും. എന്നോട് ഗൗരവമായിട്ട് കർത്താവ് പ്രാർത്ഥനയെക്കുറിച്ച്
പറയാനും പഠിപ്പിക്കാനും ദൈവം ഒരു നിയോഗം തന്നതുകൊണ്ടുകൂടാണ് പറയുക. ഒഴിഞ്ഞു പോകും. ഒരു സംഭവം വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹോദരൻ, ഒരു കടയുണ്ട്. അത് ഞാനും എന്നെ ഇവിടെ കൊണ്ടാക്കിയ കവൻട്രിയിലുള്ള സഹിച്ചാനും എല്ലാം കൂടെ, ഞാനും സഹിച്ചാനും എൻ്റെ ഫാദറും മദറും കൂടെ ഒരു കല്യാണത്തിന് ദൂരോട്ട് പോകുന്ന വഴിക്ക്, പ്രിയരെ, പോകുന്ന വഴിക്ക് നടന്നൊരു ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഫാദർ വണ്ടിക്കകത്തിരുന്ന് ഭയങ്കര ഭയങ്കരമായിട്ട് കരയുക. എന്താ കാര്യം ചോദിക്കുമ്പം ഞങ്ങളുടെ സഭയിലെ ഈ കടയുള്ള മോൻ്റെ പേര് പറഞ്ഞു അവനെ ഓർത്ത് കരയുക. അവനെന്തോ അപകടം വരുന്നു. പ്രാർത്ഥിച്ചു, കരഞ്ഞു, തിരിച്ചു വന്നു. രാത്രിയായി. അന്നേരം തന്നെ ഈ മകൻ്റെ കടയിൽ പോയി. കടയിൽ ചെന്നപ്പം ഞാൻ പറഞ്ഞു, എടാ, ഇന്ന് പോകുന്ന വഴിക്ക് മുഴുവൻ പപ്പ നിനക്ക് വേണ്ടി കരയുമായിരുന്നു. അവൻ ചോദിച്ചു എപ്പോഴാണ്? ഞാൻ പറഞ്ഞു രാവിലെ 8:30 എടാ, ഒരു സംഭവം ഉണ്ടായി. ഞങ്ങളുടെ പ്രായമാണ്. ഞാൻ രാവിലെ വന്ന് കട തുറന്നു. അപ്പോൾ ഒരാൾ ഒരു സവാള ചോദിക്കും. 1 കിലോ സവാള തരാൻ പറഞ്ഞു. അവനൊരു പാക്കറ്റ് എടുത്ത് സവാള കാരി ഇടാൻ വേണ്ടി സവാള ചാക്കിനകത്തോട്ട് കൈ ഇടുകയും ആ സവാള ചാക്കിനകത്ത് തറ കൂടി ഇരുന്ന ഒരു 8 അടി മൂർഖനും പാമ്പ് ഒറ്റ ചീറ്റ്. ഇവന് പുറമോട്ട് മാറി ഈ പാമ്പ് താഴോട്ട് വീണു, എഴഞ്ഞു. അവിടെ ഒരു ഭിത്തിയിലൊരു ഒരു പോർത്തും ഉണ്ടായിരുന്നു. കരിങ്കല്ല് കൊണ്ട് കെട്ടിയ ഭിത്തിയാണ്. അതിനിടയ്ക്കോട്ട് കയറി. പുറകെ വന്ന ഒരു തമിഴ് സഹോദരൻ ഈ പാമ്പിൻ്റെ വാലെ കയറി പിടിച്ചു. ചിലർക്ക് ഈ പാമ്പുമായിട്ട് ഭയങ്കര പിടിക്കുന്നവരുണ്ട്. വാലെ പിടിച്ചു. അത് പോരുന്നില്ല. അയാളെന്തെന്നറിയാം, മുണ്ടഴിച്ച് അവത്തെ കൂട്ടിയിട്ട് പിടിച്ചു. പാകതി കൊണ്ട് പീഡിച്ച് പേറിച്ച് വലിച്ച് മുറിച്ച് എടുത്തു. അയാൾ പോലും നോക്കും, എടുത്തു. ആളങ്ങ് കൂടി തടിച്ചുകൂടി ഈ വലിക്കുന്ന കാഴ്ച കാണാൻ. 10-15 മിനിറ്റ് വലിച്ചാൽ ഇത് എടുത്തേ. ഇതങ്ങ് സ്റ്റക്കായി. അത് വിടത്തുമില്ല, വിടത്തുമില്ല. വലിച്ചൂരി എടുത്തു. അതെല്ലാം കഴിഞ്ഞ് ദൈവം കാത്തില്ലേ? കഴിഞ്ഞു. ഞായറാഴ്ച ആദ്യമായിട്ട് സന്തോഷം എന്ന് പറഞ്ഞൊരു ദൈവദാസ, ദൈവം വയ്യായിരിക്കുക എന്ന് ഞാൻ കേട്ടു. ബോംബെയിലാണ്. അദ്ദേഹം ഞങ്ങളുടെ ചർച്ചിൽ വന്നു. യോഗം നടക്കുന്നിടയ്ക്ക് ഈ മോനെ നോക്കിയിട്ട് പറയുക, സഹോദരാ, ബിസിനസ്സുകാരാ, ദൈവാത്മാവ് പറയുന്നു, നിൻ്റെ കടയ്ക്കകത്തൊരു ഭീകര ഇഴജന്തു കയറി നിൻ്റെ ജീവനപകടത്തിലായ നിമിഷത്തിൽ അതവിടെ ഇരിക്കുന്നത് അറിഞ്ഞെന്ന് എൻ്റെ ദാസനെ ഉണർത്തി പ്രാർത്ഥിപ്പിച്ച് നിനക്കും അതിനും ഇടയ്ക്ക് ഒരു തീമതിൽ തീർത്ത ദൈവത്തെ നീ മറക്കരുത്. അപ്പം ഇതൊന്നും അറിയുന്നില്ല. അപ്പോൾ പ്രാർത്ഥിച്ചാൽ എന്ത് സംഭവിക്കും? ഒഴിഞ്ഞു പോകും. എല്ലാവരും പറഞ്ഞ്, പ്രാർത്ഥിച്ചാൽ എന്ത് സംഭവിക്കും? നമ്മളായിരുന്നു പ്രാർത്ഥിക്കണം. ദൈവം നിയോഗം തരുമ്പം പ്രാർത്ഥിച്ചാൽ രാജ്യങ്ങളിൽ നിന്ന് സംഭവിക്കേണ്ടത് ഒഴിഞ്ഞു പോകും. സഭയിൽ സംഭവിക്കേണ്ട ദുരന്തങ്ങൾ ഒഴിഞ്ഞു പോകും. കുടുംബങ്ങളിൽ സംഭവിക്കേണ്ട ദുരന്തങ്ങൾ ഒഴിഞ്ഞു പോകും. 1000 അനുഭവങ്ങൾ പറയാനുണ്ട്. ഒഴിഞ്ഞു പോകും. ഒഴിഞ്ഞു പോകാനും പോരാ, മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽപ്പാനും പ്രാപ്തരാകേണ്ടതിന് എന്ത് ചെയ്യണം? ഉണർന്ന് പ്രാർത്ഥിക്കണം. എല്ലാവരും പറഞ്ഞേ, എങ്ങനെ ചെയ്യണം? ഉണർന്ന് പ്രാർത്ഥിക്കണം. ഉണർന്ന് പ്രാർത്ഥിക്കണം. അടുത്തിരിക്കുന്ന ആളുടെ കരം പിടിച്ചെന്ന് പറഞ്ഞ്, പ്രാർത്ഥിച്ചാൽ ഒഴിഞ്ഞു പോകുമെന്ന്. മക്കൾക്കെല്ലാം പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? പ്രാർത്ഥിച്ചാൽ എന്ത് സംഭവിക്കും? അതുകൊണ്ട് കർത്താവ് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അപ്പം എന്ത് ചെയ്തോണം? പ്രാർത്ഥിക്കണം. നമുക്ക് ചിലപ്പോൾ ഒരു പ്രാർത്ഥിക്കാൻ ഒരു ബേർഡനൊക്കെ തോന്നും. ആ സമയത്ത് ഒട്ടും അലക്ഷ്യപ്പെടാതെ പ്രാർത്ഥിക്കണം. എൻ്റെ പൊന്നു മക്കളെ, പ്രാർത്ഥിക്കണേ. പ്രാർത്ഥിച്ചാൽ എന്ത് സംഭവിക്കും? ഒഴിഞ്ഞു പോകും. 22-ാമത്തെ അധ്യായം അതിൻ്റെ 41. യേശുക്രിസ്തു കർത്താവിൻ്റെ പീഡാസഹനം, ആ ഒരു ക്രൂസിഫിക്കേഷൻ്റെ ടൈമായി. ഗതസമനിയിലെത്തി. ഭയങ്കര ടോർമെൻറ്റേഷൻ. കർത്താവിൻ്റെ ഹൃദയം പെയിനായി. ഭയങ്കരമായിട്ട് മരണത്തിൻ്റെ ആ ഒരു വേദന. കർത്താവരോട് പറഞ്ഞു, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. 41. താൻ അവരെ വിട്ട് ഒരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി. And he withdrew from them about a stone's throw and knelt down and prayed. അവൻ അവരെ വിട്ട് എന്തോരം ദൂരം പോയി? ഒരു കല്ലേറ് ദൂരം പോയി. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ക്രിസ്തു അവരെ വിട്ട് എന്തോരം പോയി? എബൌട്ട് എ സ്റ്റോൺസ് ത്രോ. അതൊരു ഫ്രേസാണ്. നമുക്കറിയാം, 2 വണ്ടികൾക്ക് തമ്മിൽ എന്തോ വേണം? ആ ഒരു ഡിസ്റ്റൻസ് വേണം. അത് ഇത്ര ഡിസ്റ്റൻസ് വേണമെന്നുള്ളതൊരു ഫ്രേസാണ്. അതിനെ നാട്ടിലൊക്കെ വിളിക്കുന്നത് വണ്ടിപ്പാട് അകലമെന്നാണ്. 2 വണ്ടി തമ്മിലുള്ള അകലം. എന്തിനാ? മുമ്പിലത്തെ വണ്ടി ബ്രേക്ക് പിടിച്ചാൽ നമ്മുടെ വണ്ടി സേഫായിട്ട് എന്ത് ചെയ്യണം? ബ്രേക്ക് പിടിക്കാനുള്ളൊരു അകലം ഇട്ട് വേണം വണ്ടി ഓടിക്കാൻ. അങ്ങനെയാണ് നിയമം. ആണോ? പലപ്പോഴും അത് പാലിക്കുന്നുണ്ടെന്നുള്ള വേറെ കാര്യം. പക്ഷെ അങ്ങനെയാണ് എന്ത് നിയമം? വണ്ടിപ്പാട് അകലം. ഇതുപോലെ 2 വാഴ കുഴിച്ച് വെക്കുമ്പം വാഴയ്ക്ക് കൃത്യമായ അകലവിട്ടാണ് വെക്കുക. അത് കൃഷിക്കാർക്ക് അറിയാം. അവർ നൂല് പിടിച്ചതുപോലെ ഇത് അകലത്തിൽ വെക്കും. ഇതുപോലൊരു ഫ്രേസാണ് കല്ലേറ് ദൂരം എന്ന് പറഞ്ഞാൽ, ഒരു കല്ലെറിഞ്ഞാൽ ചെല്ലുന്ന ദൂരം. പറഞ്ഞേ, ഒരു കല്ലെറിഞ്ഞാൽ ചെല്ലുന്ന ദൂരം. പക്ഷെ വണ്ടിക്ക് കൃത്യമാകല, വാഴയ്ക്ക് കൃത്യമാകല. പക്ഷെ ഞാൻ ചിന്തിച്ചപ്പം കല്ലേറിന് കൃത്യമാകല അല്ല, ഓരോരുത്തരുടെയും ഓരോ ദൂര. കൊച്ചൊരു കുഞ്ഞ് കല്ലെറിഞ്ഞാൽ ഒത്തിരി പോകുമോ? ഇല്ല. ഒരപ്പച്ചൻ കല്ലെറിഞ്ഞാലോ?
ഇച്ചിരിയുടെ നല്ല ചെറുപ്പക്കാരൻ, നല്ല മസിലുള്ള ഷോർട്ട് പുട്ട് താരം എറിഞ്ഞാലോ നല്ല ദൂരം പോവും. അപ്പം കല്ലേറ് ദൂരം ആരുടെ ദൂരമാണ്? ഓരോരുത്തരുടെയും ദൂരമാണ് കല്ലേറ് ദൂരം, ഓരോരുത്തരുടെയും ദൂരമാണ്. ശ്രദ്ധിക്കണേ, അവനവൻ്റെ ദൂരമാണ് കല്ലേറ് ദൂരം. ക്രിസ്തു പറയുന്നു, അവൻ പീഡാസഹനം, ആ ക്രൂശീകരണത്തിന് തൊട്ടു മുമ്പ് യേശു അവൻ കല്ലേറ് ദൂരം. അർത്ഥം, നിൻ്റെ ദൂരത്തിൽ ആരുണ്ട്? ക്രിസ്തുവുണ്ട്. എല്ലാവരുടെയും ദൂരത്തിൽ ആരുണ്ട്? ക്രിസ്തുവുണ്ട്. ഇന്ന് ഈ മനുഷ്യരൊക്കെ അറിയേണ്ടത് അവനവൻ്റെ ദൂരത്തിൽ ക്രിസ്തു ഉണ്ടെന്നുള്ള തിരിച്ചറിവുണ്ടാകണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോരുത്തരുടെയും ദൂരത്താരുണ്ട്? യേശുവുണ്ട്, യേശുവുണ്ട്, യേശുവുണ്ട്. നമുക്കറിയാം, ഇന്നൊരു ഫാസ്റ്റ് ഗോയിങ് വേൾഡാണ്. എല്ലാവരും ഓട്ടത്തിലാണ്, എല്ലാവരും ഓട്ടത്തിലാണ്. രാവിലെ എഴുന്നേറ്റ് എല്ലാവരും എന്താ? ഓട്ടത്തില്ല. ഇത്ര സമയത്ത് ഡ്യൂട്ടിക്ക് എത്തണം, ഓട്ടമാ. ഇത്ര സമയത്ത് പിള്ളേരെ വിടണം, ഓട്ടത്തില്ല. ഓട്ടമാ, ഓട്ടത്തോടോട്ടം. മനുഷ്യർ മുഴുവൻ ഓട്ടത്തില്ല ലോകമെമ്പാടും. പക്ഷേ ഈ ഓട്ടത്തിൽ ഓടിയില്ലെങ്കിൽ എന്ന് കൃത്യത്തിലുള്ള ചിന്തയുണ്ട്. ഓടാനൊക്കാതെ പോകുന്നവരെന്ത് ചെയ്യും? ഓടാനൊക്കാതെ പോകുന്നവർ എന്ത് ചെയ്യും? പിള്ളേരെല്ലാവരും മിടുക്കരാ. ഞാനിതെൻ്റെ ജീവിതത്തിൽ ഒത്തിരി എടുത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. പിള്ളേർ ഇന്ന് മിടുക്കരാ. പണ്ടത്തെ പോലെയല്ല. പണ്ടൊരു ഫസ്റ്റ് ക്ലാസ് എന്നൊക്കെ പറഞ്ഞ ഒരു സ്കൂളിൽ SLCക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടിയത് 3 പേരെ. 3 ഫസ്റ്റ് ക്ലാസ്, 4 സെക്കൻഡ് ക്ലാസ്, ബാക്കിയെല്ലാം തേർഡ് ക്ലാസ് പാസ്. പിന്നെ കുറേ പേര് തോറ്റു. ഇന്ന് ഒറ്റ ഒരുത്തം തോക്കുന്നില്ല, എല്ലാം ജയിക്കുക. എനിക്കറിയാൻ വയ്യാത്ത കാര്യം, മൊത്തം A+. പക്ഷേ ഈ മുമ്പേ പറഞ്ഞ കണക്കൊന്നും ആരും പറയത്തില്ലെന്നേ ഉള്ളൂ. എന്നാലും എല്ലാത്തിനും എന്തോ കിട്ടുന്നുണ്ട്, A+. എല്ലാം ഓട്ടോ, എല്ലാവരും പഠിപ്പിക്കുക. ഈ പഠിക്കുന്ന ദൂരത്തിൽ പുറകിലായി പോകുന്ന പിള്ളേരുണ്ട്. ഉഴപ്പിട്ടല്ല, പഠിക്കാൻ ബുദ്ധി കുറവായി പോയ മക്കളുണ്ട്. അവർ ചിലപ്പം വേറെ ചിലതിന് മിടുക്കരായിരിക്കാം. ഡിഫറൻ്റ്ലി ഡിസേബിൾഡ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ചില പുറകിലോട്ടൊക്കെ വരും. ഈ പുറകിലായി പോയവരെന്തോ ചെയ്യും? ഞാനൊരു വീട്ടിലൊരു സന്ധ്യയ്ക്ക് ഇരിക്കുക, പ്രാർത്ഥിക്കുക. ശ്രദ്ധിക്കണേ, കുഞ്ഞ് പ്രാർത്ഥിക്കുന്നു, കുടുംബ പ്രാർത്ഥനയാണ്. പക്ഷെ അവൻ സീരിയസ് ആയിട്ട് പ്രാർത്ഥിക്കുന്നു. കൊച്ചു കുഞ്ഞാ, യേശുപ്പച്ച, എൻ്റെ അപ്പച്ച, ഞാൻ ഇന്ന് സ്കൂളിൽ പോയി, ആ ടീച്ചർ ഏതാണ്ടെല്ലാം പഠിപ്പിച്ചു, എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ അവർക്ക് എനിക്ക് മനസ്സിലായില്ലെന്ന് ആ തള്ളയ്ക്ക് മനസ്സിലായോ? അവൻ പ്രാർത്ഥിക്കുക, യേശുപ്പച്ച അവരെന്നെ അടിച്ചു, എനിക്ക് നൊന്തു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒന്നീ ബുദ്ധി തരണം, അല്ലെ ടീച്ചറെ മാറ്റണം. അവൻ സീരിയസ് ആയിട്ട് പ്രാർത്ഥിക്കുക. മുട്ട എന്ന കുഞ്ഞ് പ്രാർത്ഥിക്കുക. എനിക്ക് കളിയല്ല തോന്നിയത്, കാര്യമാണ് തോന്നിയത്. കാരണം ക്രിസ്തു ഒരിക്കൽ ഈ ട്രയംബൽ എൻട്രി ഉള്ളത് ജെറൂസലേം വരുന്നുണ്ട്. എന്തിൻ്റെ പുറത്താ? ഡോങ്കി, കഴുതയുടെ പുറത്താ. എനിക്ക് ഭയങ്കര നാണക്കേട് തോന്നി. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കഴുതപ്പുറത്ത് എന്തിനാ വന്നേ? കുതിരപ്പുറത്ത് വരണ്ടേ? അപ്പം ക്രിസ്തു എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്. കുതിരപ്പുറത്ത് വന്നാൽ A+B the whole squared is equal to A squared plus 2AB plus B squared എന്ന് പറയുന്നതിന് മുമ്പ് എഴുതുന്ന കുഞ്ഞ് കുതിരപ്പുറത്ത് വന്നാൽ ഓടിയെത്തും. കുതിരപ്പുറത്ത് വന്നാൽ നമ്മൾ എങ്ങനെ ഓടും? കുതിരപ്പുറത്ത് വന്നാൽ കുതിര നടന്നാൽ ഒപ്പം എത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓടണം. അപ്പം കുതിര ഓടിയാലോ? കുതിര ഓടിയാൽ നമ്മളെങ്ങനെ എത്തും? അപ്പം എത്ര സ്ലോയായി പോയവനോടും ഒപ്പം നടക്കാൻ പതുക്കെ വന്നൊരു ക്രിസ്തുവുണ്ട്. അവൻ തള്ളയാടുകളെ പതുക്കെ നടത്തി കുഞ്ഞാടുകളിലെ തോളിലെടുക്കും. ഈ സ്ലോയായി പോകും നമ്മുടെ ലോകത്തും കർത്താവുണ്ട്. അപ്രിഷ്യേറ്റ് ചെയ്യുന്നതും സമ്മാനം കൊടുക്കുന്നതും എല്ലാം മിടുക്കർക്കാ. മിടുക്കില്ലാതെ പോകുന്ന മക്കളുടെ പേരൻസ് എന്ത് ചെയ്യും? ഡാനി എന്ന് പറഞ്ഞ ഒരു മോൻ്റെ സംഭവം ഞാൻ പറയും, പൗരുഷനി പറയിപ്പിച്ചു. കർത്തദാസൻ്റെ മോനാ ഡാനി. +2 പഠിത്തം നിർത്തി. അവനൊന്നും മനസ്സിലാകുന്നില്ല, ഒന്നും മനസ്സിലായില്ല. അവൻ പഠിത്തം നിർത്തി. അവസാനം ഒരു ഫോട്ടോ കടയിൽ ജോലിക്ക് പോയി. അവൻ്റെ അമ്മ ഒരു കാര്യം ചെയ്തു, പുസ്തകം മുഴുവൻ അടുക്കി വെച്ചു. ആ കർത്തദാസി മുട്ടുകൊത്തി അവരുടെ കണ്ണീരവത്തെ വീണു. പലവട്ടം എൻ്റെ മോന് ബുദ്ധി കൊണ്ടേ പഠിക്കത്തില്ലേ. പക്ഷെ ഡാനി ഒരു ദിവസം അമ്മയോട് പറഞ്ഞു, ഞാൻ പഠിക്കാൻ പോയി. കഷ്ടിച്ച് പാസ്സായി, ഡിഗ്രി പാസ്സായി, MA റാങ്കിൽ പാസ്സായി. ഇന്ന് ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD എടുത്തു. ക്രിസ്തുവിനൊരു പ്രത്യേകതയുണ്ട് മക്കളെ, പെതുക്കെ പോകുന്നവൻ്റെ കൂടെ പോവും. ഈ സംബടി സ്ലോ അവരെ ഇങ്ങനെ തോളിലേറ്റും.
എന്നിട്ട് അവരോടൊപ്പം നടക്കും. കുഞ്ഞാടുകളെ തോളിലേറ്റി അപ്പുറത്ത് കൊണ്ടുപോകും. അവൻ്റെ ദൂരത്ത് ആരുണ്ട്? യേശുണ്ട്. വിശന്നവൻ്റെ ദൂരത്ത് യേശുണ്ട്. എന്തുകൊണ്ടാണെന്നറിയാമോ? 30-ാമത്തെ വയസ്സിലാണ് യേശുവിന് ഉപവാസം. ഞാൻ എൻ്റെ കൂടെ ഒത്തിരി പിള്ളേരുണ്ട്. ഞാൻ പലപ്പോഴും പറയും, യോഗത്തിനൊക്കെ പോയി അല്ലെങ്കിൽ ഈ സമാധാനം കൺവെൻഷൻ നോട്ടീസ് പോയിട്ടൊക്കെ വരുമ്പോൾ ഈ പിള്ളേർക്കൊന്നും പൈസയൊന്നും വേണ്ട. അവർ പറയും, അച്ഛാ ചിലവ് ചെയ്യണം. തട്ടുകടയുണ്ട് മക്കളെ, ഇവിടുത്തെ ഒന്നും അല്ല, നല്ല ചൂട് ദോശ കഴിച്ചിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? പൊറോട്ട അടിച്ച് തട്ടുകട മുമ്പ് ഇന്നോട്ട് ഇങ്ങനെ മേടിക്കണം. ചൂട് പൊറോട്ടയും ബീഫ് ഫ്രൈയും. ഒരു ഡോക്ടർ ക്ലാസ് എടുക്കുക പൊറോട്ടയുടെയും ബീഫ് ഫ്രൈയുടെയും അപകടത്തെക്കുറിച്ച്. ക്ലാസ് സെമിനാർ കഴിഞ്ഞ് പോയപ്പം പുള്ളിയെ കണ്ടെന്ന് തട്ടുകടയുടെ മുമ്പിൽ. അതൊരു മലയാളിയുടെ സ്വകാര്യ അഹന്തയാണ്. നല്ല ചൂട്. അന്നേരം നമ്മൾ ഈ രോഗവും കൊളസ്ട്രോളും ഒക്കെ അങ്ങോട്ട് മാറ്റി വെക്ക് അല്ലേ? എന്നാലും അതൊക്കെ കണ്ട അമ്മമാർ പറയും, തട്ടുകട എൻ്റെ പൊന്നടാ 20 ദോശയും 4 ഡബിള് ബുൾസ, എന്നിട്ട് പറയാ സിംഗിളൂടെ പോരട്ടെന്ന്. ഏത് പ്രായ? ചെറുപ്പമാ. പ്രായമായ കഴിക്കുമോ? ഇല്ല. ഞാൻ തീറ്റ മത്സരത്തിൽ സമ്മാനം മേടിക്കുമായിരുന്നു. ഇപ്പോൾ ഒക്കത്തില്ല. ഒരു പ്രായത്തിലേ കഴിക്കത്തുള്ളൂ. ആ പ്രായത്തിൽ കഴിക്കും. ആ പ്രായത്തിലൊരു ചെറുപ്പക്കാരൻ ഉപവാസം 40 ഇരുന്നാൽ കുടല് ചുരുങ്ങും. പിന്നെ ഇച്ചിരി കഞ്ഞി ഇച്ചിരി കുടിക്കണം. നേരെ കട്ടിയുള്ളത് കഴിച്ചാൽ ശ്വാസം മുട്ടും. അപകടമാണ്. പക്ഷേ യേശുക്രിസ്തു 40 ദിവസം ഉപവസിച്ചപ്പം വിശന്നു. കഞ്ഞി കൊടുക്കാൻ ആരെങ്കിലും പോയോ? ഇല്ല. അവസാനം പിശാച് കൊണ്ട് കല്ല് കൊടുത്തിട്ട് പറഞ്ഞ് അപ്പം ഉണ്ടാക്കാൻ. കഞ്ഞി ഇന്നാൽ ദഹിക്കത്തില്ല, കല്ല് ഇന്നാൽ ദഹിക്കൂ. അതുകൊണ്ട് ഇന്നും വിശന്നവൻ്റെ ദൂരത്ത്, യുക്കെക്കാർക്ക് ചിലപ്പോൾ അത് മനസ്സിലാകത്തില്ല, വിശന്നവൻ്റെ ദൂരത്ത് അവൻ അപ്പമായിട്ട് വരും. വിശന്നവൻ്റെ ദൂരത്ത് അവൻ അപ്പമായിട്ട് വരും. കാശില്ലാത്തവൻ്റെ ദൂരത്ത് കടം മേടിച്ചിട്ട് കരമടയ്ക്കാൻ കാശില്ലാത്തവൻ്റെ ദൂരത്ത്. നാളെ കരമടയ്ക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചപ്പം ചൂണ്ടയെടുത്ത് വീശ്, അതിൻ്റെ വായിൽ ചതുരദ്രഹ്മപ്പണം വരുമെന്ന് പറഞ്ഞവൻ അവരുടെ മുമ്പിൽ കാണും അവൻ്റെ ദൂരത്ത്. ഇന്ന് ഞാൻ ഈ കീമോയൊക്കെ എടുത്ത് മുടിയൊക്കെ പോകുമ്പോൾ അവരെ എന്തിനു വിളിച്ചാലും വരത്തില്ല. എന്താ? ഈ കോലത്തിൽ എന്നെ ആരും കാണണ്ട. കണ്ണാടിക്ക് മുമ്പിലൊക്കെ അവർ നോക്കും, വിരൂപരായി. പക്ഷെ അവിടെ ആ കണ്ണാടിക്ക് മുമ്പ് ഒരാൾ തെളിയും. അവൻ കണ്ട സൗന്ദര്യമുള്ളവനായിരുന്നു, പക്ഷെ ആർക്കും മനസ്സിലാകാത്ത പോലെ അവൻ വിരൂപനായി. അവരുടെ ദൂരത്ത് ഒരുവൻ കാണും, യേശുവാ. ഓശന്ന പാടി അവർ, ദാവീദ് പുത്രൻ ഓശന്ന. അടുത്ത ദിവസം അവർ പാടി, ഞായറാഴ്ച പാടി. ഇവർ വെള്ളിയാഴ്ച വന്നപ്പം പറഞ്ഞു, ഇവനെ വേണ്ട, അവനെ എന്ത് ചെയ്യും? ക്രൂശിക്കുക, ബർബ്ബാസിനെ മതി. പ്രേമിച്ച് വിവാഹം കഴിച്ചിട്ട് പിന്നെ അവളെ വേണ്ടാന്ന് പറഞ്ഞ് അവനെ വേണ്ടാന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ പ്രിയപ്പെട്ടവർ വേണ്ടാന്ന് പറയുന്നവരുടെ ദൂരത്ത് നിന്നെ വേണമെന്ന് പറയുന്ന ഒരുവനുണ്ട്. അവൻ്റെ പേരാ യേശു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ക്രിസ്താവ് നമ്മുടെ കല്ലേറ് ദൂരത്ത് നിന്നാലും ഹൃദയം നുറുങ്ങുന്നവർക്ക് അവിടെ നിന്ന് അടുത്ത് വരും. ഹൃദയം നുറുങ്ങുന്നവർക്ക് അവൻ സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ ഇങ്ങനെ രക്ഷിക്കും.